ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ സിനിമകളുടെ കളക്ഷൻ വന്നിരിക്കുന്നു. ആദിത്യത ആസിഫ് അലി നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത 2 ആഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മിറാഷ് കളക്ഷനാണ്. 5,86,00,000 രൂപയാണ് സിനിമയുടെ 16 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ന് കേരളത്തിൽ ഞായറാഴ്ച 3 ലക്ഷത്തിലേറെ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 5,95,00,000 കളക്ഷൻ എടുക്കാനായിട്ടിരിക്കുന്നു. ഫൈനൽ കേരള ഗ്രോസ് 6 കോടി ലക്ഷ്യമിട്ട് തിയേറ്ററുകളിൽ മുന്നേറുന്നു. സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സണ്ണി സംസ്കാരിക്ക് തുളസി കുമാരി എന്ന സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി സിനിമയാണ്. 3 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 31 കോടി രൂപയാണ് ഈ ബോളിവുഡ് എന്റർടൈനർ സിനിമയുടെ കളക്ഷൻ. OTTയിൽ റിലീസായിട്ട് 10 ദിവസങ്ങളിൽ അധികമായി എങ്കിൽ പോലും ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് തുടർച്ചയായുള്ള അടുത്ത 6ാമത്തെ ഞായറാഴ്ചയും 1 ലക്ഷത്തിലേറെ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് 42 കോടി 15 ലക്ഷത്തോളം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കളക്ഷനോടെ തന്നെ മലയാളത്തിലെ പല പ്രമുഖരുടെയും ഫൈനൽ കേരള കളക്ഷൻ മറികടന്നിട്ടുണ്ട്. ആ സിനിമകൾ ഇതൊക്കെയെന്ന് ഒരു ലിസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നുണ്ട്. കാത്തിരിക്കൂ ഏതെല്ലാം പ്രമുഖ സിനിമകൾ മറികടന്നുവെന്ന് അറിയുവാനായിട്ട്. 10 ദിവസങ്ങൾക്ക് മുന്നേ തെലുഗു സിനിമയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ പവൻ കല്യാൺ സിനിമയാണല്ലോ ദേ കോൾ ഹിം OG. OGയുടെ ഇന്നലെ വരെയുള്ള ശനിയാഴ്ച വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 278 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. മുൻപ് പ്രേക്ഷകരെ അറിയിച്ചതുപോലെ 300 കോടി ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്താലേ സിനിമ തിയേറ്ററുകളിലെ ബ്രേക്ക് ഇവനിലേക്ക് എത്തപ്പെടുകയുള്ളൂ. ആ കളക്ഷനിലേക്ക് അടുത്ത ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ജോളി LLB 3 എന്ന അക്ഷയ് കുമാർ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ വെർഡിറ്റ് അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. 120 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നിലവിൽ 155 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ട് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആവറേജ് വെർഡിറ്റ് ആണ് നിലവിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇഡലിക്കടൈ എന്ന സിനിമയുടെ ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തെ ഉൾപ്പെടെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നു. ഇന്നലെ വരെ ശനിയാഴ്ച വരെ 43 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുന്നു. കേരളത്തിൽ 4 ദിവസങ്ങൾ കൊണ്ട് 67 ലക്ഷം ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് ഞായറാഴ്ച 8 ലക്ഷത്തിലേറെ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിട്ടുണ്ട്. ഇന്നത്തോടെ 80 ലക്ഷത്തിലധികം കേരള ഗ്രോസ് ഇഡലിക്കടൈ കേരളത്തിൽ പിന്നിടുന്നതാണ്. സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ ഇന്നത്തോടെ 40 കോടി രൂപയ്ക്ക് മുകളിലും 55 കോടി സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസും എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ധനുഷ് സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട് വെർഡിറ്റ് അപ്ഡേറ്റിനായിട്ട്.